ഹലോ ബോസ്, ഇന്ന് 10th April. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കാണിക്കുന്നത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ മോർണിംഗിൽ വന്ന ട്രെൻഡിന്റെയാണ്. നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിലിൽ കാണിച്ചിട്ടുണ്ട് ഡാഷ്ബോർഡിൽ 9:20 വന്ന ട്രേഡ് ആണ്. ഇപ്പൊ കറന്റ് ഒരു സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഇവിടെ ഒരു കളർ ചേഞ്ച് വരുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം. ഇത് നമുക്ക് ബാർ ചാർട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നോർമൽ ക്യാൻഡിസ്റ്റിക് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. അപ്പൊ ബാർ ചാർട്ടിന്റെ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡ് വേസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരും. ട്രേഡ് വന്ന റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ മേളിൽ മെൻഷൻ ആവുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ത്യയുടെ 5 ചാർട്ട് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് മേളിൽ മെൻഷൻ ആവുന്നുണ്ട്. ഇപ്പം ചെറുതായിട്ട് ഇറങ്ങിക്കൊണ്ട് 10-200 പോയിന്റ് മേളിൽ കയറിയ ശേഷമാണ് മാർക്കറ്റിന് സൈഡ് വൈസ് പോകുന്നത്. കൺഫേം ആയിരുന്നു. നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസും ഓക്കെ ആയിരുന്നു. നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡ് ആണെങ്കിൽ ഇതിന് സെപ്പറേറ്റ് നമുക്ക് ഓപ്ഷൻ ചാർട്ടുകളിനകത്ത് എടുക്കാവുന്നതാണ്. ഒരു നോക്കണം, നിഫ്റ്റി ആക്ച്വലി നമുക്ക് ക്ലോസിംഗ് ഇന്നല്ല 3:15 അറൗണ്ട് നമുക്കൊരു ബൈ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നാണ് കൺഫേം ആയി കയറി. അപ്പൊ ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ് ആയിരുന്നു. അപ്പൊ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരുമ്പോൾ നമുക്ക് റെസിസ്റ്റന്റ് എടുക്കുന്ന ടൈമിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. ഇപ്പൊ രാവിലെ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റന്റ് എടുത്തിട്ടാണ് നിഫ്റ്റി കയറി വന്നത്. അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഒരു ട്രേഡ് അവിടെ ഉണ്ടായിരുന്നു. ഓൺ സൈഡ് എൻട്രി എടുക്കാമായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് കയറിയിട്ട് ചെറുതായിട്ടൊന്ന് റിവേഴ്സ് പോയിട്ട് പിന്നെയും ആ ഒരു ബൈ ട്രെൻഡ് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ റെസിസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ എഗെയിൻ മാർക്കറ്റ് അവിടുത്തെ അപ്പിലോട്ട് തന്നെ പോകും. ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് വളരെ ഈസി ആയിട്ട്, നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ.